അവൻ അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലങ്ങൾ, കന്നുകാലികൾ എന്നിവയെല്ലാം കത്തിച്ചുകളഞ്ഞു. അദ്ദേഹത്തിന്റെ വീടിനെപ്പോലും വെറുതെ വിട്ടില്ല. പിന്നെ അവൻ അദ്ദേഹത്തിന്റെ എല്ലാ ദാസന്മാരെയും നശിപ്പിച്ചു. അയ്യൂബ് നബി ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനായി മാറി. ആ സമയത്താണ് ശൈത്താൻ ഒരു വൃദ്ധന്റെ വേഷത്തിൽ പ്രവാചകനെ സമീപിച്ചത്. താങ്കളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, അയാൾ പ്രവാചകനോട് പറഞ്ഞു. ഇതിനു കാരണം ചിലർ പറയുന്നത് താങ്കൾ മറ്റുള്ളവർക്ക് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണെന്നാണ്. മറ്റു ചിലർ പറയുന്നത് താങ്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ധാരാളം സമയം പാഴാക്കിയതുകൊണ്ടാണെന്ന്. താങ്കൾക്കുണ്ടായ നാശത്തെ തടയാൻ അള്ളാഹുവിന് കഴിവുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു താങ്കളെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ പ്രവാചകന് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് അല്പം പോലും കോട്ടം തട്ടിയിരുന്നില്ല. ഈ കാണുന്നതെല്ലാം അള്ളാഹുവിന് സ്വന്തമാണ്. ഞാൻ ഈ സ്വത്തുക്കളുടെ ഒരു സംരക്ഷകൻ മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുകയും അള്ളാഹു ഉദ്ദേശിച്ചവരിൽ നിന്നും അവൻ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നബി വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇത് കണ്ട ശൈത്താൻ വീണ്ടും നിരാശനായി. അതിനാൽ വീണ്ടും ശൈത്താൻ അള്ളാഹുവിനോട് സംസാരിച്ചു. ഞാൻ അവൻ്റെ വസ്തുവകകളൊക്കെയും നഷ്ടപ്പെടുത്തി. എന്നാൽ അവൻ ഇപ്പോഴും നിന്നിൽ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, മാതാപിതാക്കളുടെ യഥാർത്ഥ പരീക്ഷണം അവൻ്റെ മക്കളിലൂടെയാണ്. അയ്യൂബിന് തൻ്റെ മക്കളെ നഷ്ടപ്പെടുമ്പോൾ അവൻ നിന്നെ തള്ളിപ്പറയുന്നത് കാണാം. അവൻ ആവശ്യപ്പെട്ട കാര്യം ചെയ്യാൻ പിശാചിന് അള്ളാഹു അധികാരം നൽകി. എന്തൊക്കെ ആസൂത്രണങ്ങൾ നടത്തിയാലും പ്രവാചകന്റെ വിശ്വാസവും ക്ഷമയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അള്ളാഹു അവന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശൈത്താൻ വീണ്ടും തൻ്റെ സഹായികളെ വിളിച്ചുകൂട്ടി പ്രവാചകന്റെ മക്കളെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. അവൻ പ്രവാചകന്റെ മക്കൾ താമസിച്ചിരുന്ന വീട് നശിപ്പിച്ചു. അവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ശൈത്താൻ വീണ്ടും ഒരു പുരുഷനായി വേഷം മാറി പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു. ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ മക്കൾ മരണമടഞ്ഞ സാഹചര്യം വളരെ ദുഃഖകരമായിരുന്നു. തീർച്ചയായും നിന്റെ നാഥൻ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം നൽകിയില്ല. നബി അള്ളാഹുവിനെ ഇപ്പോൾ നിഷേധിക്കുമെന്ന പ്രതീക്ഷയിൽ പിശാച് ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു ചിലപ്പോൾ നൽകും, ചിലപ്പോൾ അവൻ തിരിച്ചെടുക്കും. അവൻ ചിലപ്പോൾ സന്തുഷ്ടനാണ്, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അവൻ തൃപ്തനല്ല. എന്ത് സംഭവിച്ചാലും എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കുകയും ചെയ്യും. പിന്നെ പ്രവാചകൻ തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചു.